കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മൾ പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ചത്. എന്തിനാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്? കാരണം പ്രകൃതിയെ നമ്മൾ പരിധി വിട്ട് ചൂഷണം ചെയ്യുകയാണ്. പ്രകൃതി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. പക്ഷേ പ്രകൃതിയെ നമ്മൾ പലപ്പോഴും അമിതമായി ചൂഷണം ചെയ്യുകയാണ്. അത് തടയുന്നതിന് വേണ്ടി ഓരോ ഒരു ദിനം അതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുന്നത് പ്രകൃതിയാണ്. അപ്പോൾ ഞാനൊരു വാചകം ഇങ്ങനെ കുട്ടികളോട് പറയാറുണ്ട്, ഇതാണ്: നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതി നിങ്ങളെ സംരക്ഷിക്കും. ഒരിക്കൽ കൂടി, നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതി നിങ്ങളെ സംരക്ഷിക്കും. മുൻകാലങ്ങളിലൊക്കെ ആളുകൾ ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരുന്നു. പ്രത്യേകിച്ച് ആർഷഭാരതത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. മനുഷ്യൻ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന. കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കാലുകൾ ഭൂമിയിൽ ചവിട്ടുകയാണല്ലോ. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന അതിങ്ങനെയാണ്: അല്ലയോ ഭൂമി ദേവി, നീ എന്നോട് ക്ഷമിക്കണം, കാരണം നിൻ്റെ മാറിടത്തിൽ എൻ്റെ കാലുകൾ ഞാൻ വയ്ക്കാൻ പോവുകയാണ്. അത്രയും പ്രകൃതിയെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ താല്പര്യം കാണിച്ചിരുന്നവരാണ് നമ്മുടെ പൂർവികർ. അങ്ങനെയാണല്ലോ ആ പ്രാർത്ഥന ഉണ്ടായത്. ഇന്ന് അങ്ങനെയല്ല. ഭൂമി ദേവിയെ പൊക്കളയും കൊണ്ടും JCB കൊണ്ടുമൊക്കെ മാന്തി കീറുന്നതാണ് നമ്മൾ കാണുന്നത്. കുന്നുകൾ ഒക്കെ ഇടിച്ച് നിരത്തുന്നു, ജലാശയങ്ങളൊക്കെ നികത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രകൃതിയെ നമ്മൾ ഏറെ മർദ്ദിക്കുന്നു എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയാം. അതിൽ നിന്ന് മനുഷ്യനെ ഒന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ദിനം നമ്മൾ ആചരിക്കുന്നതാണ്. സ്കൂളുകളിലൊക്കെ അത് ചെയ്യുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കുഞ്ഞുങ്ങൾ ഇതേപ്പറ്റി മനസ്സിലാക്കണം. ഈ JCB കൊണ്ട് ഭൂമിയൊക്കെ മാന്തി കീറുന്നവർ ഇതൊന്നും മനസ്സിലാക്കാത്തവരാണ്. അവർ ചെറുപ്പത്തിലേ അവർക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ സ്കൂളുകളിൽ അത്തരത്തിലുള്ള ഒരു ആശയം കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കുന്നത് പിൽക്കാലത്ത് ഭൂമിയെ അധികം ഉപദ്രവിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഒന്ന് മരം നട്ടുപിടിപ്പിക്കലാണ്. ഈ പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറേയായി. ഓരോ കൊല്ലവും ലക്ഷക്കണക്കിന് മരങ്ങൾ സ്കൂളുകളിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്, റോട്ടിലുമൊക്കെ നട്ടുപിടിപ്പിക്കുന്നു. ആ മരങ്ങളെല്ലാം വളർന്നു വന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ കൊടും വനമായി തീർന്നേനെ. അത്രയേറെ മരങ്ങൾ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, വെച്ചിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൽ കുഞ്ചുകുറുപ്പിൻ്റെ വക ഒരു ചെറിയ
കമൻ്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്: ഇക്കൊല്ലത്തെ പ്രകൃതി സംരക്ഷണ ദിവസം എവിടെയാണ് നമ്മൾ മരങ്ങൾ നടുന്നത്? ഇതൊരാൾ ചോദിക്കുകയാണ്. അപ്പോൾ കുഞ്ചുകുറുപ്പിൻ്റെ ഉത്തരം: അത് കഴിഞ്ഞ വർഷം മരം വെച്ച കുഴി തന്നെ ഉണ്ടല്ലോ. പലപ്പോഴും നമ്മൾ ഒരു ദിവസം ആചരിച്ച് അവസാനിപ്പിക്കുകയാണ്. ആ മരം വെച്ചത് വളർന്നു വന്നോ അതിനെ പരിചരിച്ചോ ഇതൊന്നും നോക്കാറില്ല. ഒരു വീട്ടിൽ ഒരു മരം വെച്ച് പിടിപ്പിക്കുക, ഒരു കൊല്ലം, ഒരു വ്യക്തി അത് വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ ഈ മരത്തൈകൾ കൊടുത്തപ്പോൾ ഒരു നിർദ്ദേശം നൽകുകയുണ്ടായി. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങളിത് വീട്ടിൽ കൊണ്ടുപോയി നട്ട് പിടിപ്പിക്കുക. അത് നടുമ്പോൾ അതിന് എത്ര ഉയരമുണ്ടായിരുന്നു, ഓരോ മാസത്തിൻ്റെയും അവസാനം അതിന് എത്ര ഉയരമുണ്ട്, നിങ്ങൾ എന്തുമാത്രം വളം ചെയ്തു, എന്തുമാത്രം വെള്ളമൊഴിച്ചു കൊടുത്തു, എന്ത് പരിചരണമൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, ഇതെല്ലാം ഒരു പുസ്തകത്തിൽ കുറിക്കുക. അങ്ങനെ നിങ്ങൾ വളർന്നു വരുന്നതോടൊപ്പം തന്നെ ഈ മരവും വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ സ്കൂളിൽ അധ്യാപകരോട് ഒരു നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം ഇതായിരുന്നു: നിങ്ങൾ ഈ കുട്ടികളുടെ വീടുകളിൽ ഇടയ്ക്കൊന്ന് പോവുക, ഈ മരത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നൊന്ന് അന്വേഷിക്കുക, കുട്ടികൾ എഴുതുന്നതൊക്കെ ശരിയാണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ വീടുകളിൽ പോകുന്നത് അതിന് വേറെ ഒരു തലവും കൂടിയുണ്ട്. ആ വീട്ടിലെ സ്ഥിതികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കൂടി കഴിയും. അവരുടെ സാമ്പത്തികമായ സ്ഥിതി എന്താണ്, വീട്ടിലെ പരസ്പര ബന്ധം എങ്ങനെയാണ്, ഈ കുഞ്ഞിന് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെയല്ല ഉള്ളതെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാനായിട്ട് കഴിയും, പഠനത്തിന് സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം അവിടെ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം എന്താണ്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. പോരായ്മകൾ കാണുന്നിടത്ത് തിരുത്താനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ല ബന്ധം നിലനിൽക്കുന്ന ഭവനങ്ങളെ കണ്ടെത്തി ഒരു സമ്മാനം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ വാസ്തവത്തിലൊരു സ്കൂളിൽ നിന്ന് ചെയ്യേണ്ടതാണ്. എത്രയോ സമയം ബാക്കിയുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊരു 10 കുട്ടികളെ ഒരാഴ്ചയിൽ എത്രയോ ടീച്ചർമാരുണ്ടാവും, ഒരു 30 പേരുണ്ടെന്ന് വിചാരിക്കുക. ഒരാഴ്ചയിൽ 10 വീട് പോവാം, അപ്പോൾ 300 വീട് കഴിയും. അതിനല്പം ചിലവ് വരും. മിക്കവാറും വാഹനമുള്ളവരായിരിക്കും അധ്യാപകരൊക്കെ. അവരുടെ ഒരു വാഹനത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങി വന്നാൽ ആ സ്കൂളിനെ കുറിച്ച് എത്ര നല്ല പേരാണ് ഉണ്ടാവുക. ഇത് നമുക്ക് അനുകരിക്കാവുന്ന ഒരു കാര്യമാണ്. വലിയ വ്യത്യാസം ഉണ്ടാവും. ടീച്ചർമാർ വീടുകൾ സന്ദർശിക്കുന്ന സമയമുണ്ട്. അത് മെയ് മാസത്തിലാണ്. അത് കുട്ടികളെ പിടിക്കാനാണ് വീട് സന്ദർശനം നടത്തുന്നത്. മറിച്ചാണ് വേണ്ടത്. വീട്ടിൽ രോഗിയായ ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ നിന്ന് ഒരു ടീം അവിടെ പോയി ഒന്ന് സന്ദർശിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ സിറ്റുവേഷൻ ഒന്ന് പഠിക്കുക. വളർന്നു വരുന്ന തലമുറയ്ക്ക് വലിയൊരു സന്ദേശം കൊടുക്കാനായിട്ട് കഴിയും. ഞാൻ പ്രകൃതിയുടെ നേച്ചർ എന്താണ് എന്ന് ഒന്ന് ചിന്തിക്കുകയായിരുന്നു. ആ നേച്ചർ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുമോ? ഒരു മരം വെച്ച്
അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കത് വളരുന്നത് കാണാൻ കഴിയും. ആ മരത്തെ പോലെ തന്നെയാണല്ലോ നമ്മളും. നമ്മൾ വളരുന്നുണ്ടോ? ശരീരത്തിൽ മാത്രം അല്ല, നമ്മുടെ കഴിവുകളിൽ വളരുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത്, താരതമ്യപ്പെടുത്തുന്നതും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ ഒരു മരം വയ്ക്കുന്നത് കൊണ്ട് ഇത് മാത്രമല്ല, ആ മരം വലുതാവുന്നു എന്നുള്ളത് മാത്രമല്ല, ആ വെച്ച കുട്ടിയുടെ കഴിവുകൾ വളർന്നു വരുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് ഈ സംരംഭം ഉപയോഗപ്പെടുത്താം എന്നെനിക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ മരം വയ്ക്കുന്നത് കൊണ്ട് ഒരു സംസ്കൃതത്തിലെ ഒരു ശ്ലോകം ഇങ്ങനെ, ഏതാനും മരങ്ങൾ, കുറച്ച് മരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുളി, വാളംപുളി, കുടപ്പുളി, മാവ്, നെല്ലി, അങ്ങനെ കുറേ മരങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും മരങ്ങൾ ജീവിത കാലഘട്ടത്തിൽ നട്ട് വളർത്തിയെടുത്താൽ അവൻ ഒരിക്കലും നരകത്തിൽ പോകേണ്ടി വരില്ല എന്ന് ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. ശ്ലോകം മുഴുവൻ എനിക്ക് ഓർമ്മിച്ച് പറയാൻ കഴിയില്ല. ഇത്ര മരങ്ങൾ വെച്ചാൽ ആ മകൾ ഒരിക്കലും നരകത്തിൽ പോകേണ്ടി വരില്ല എന്നാണ്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ചിന്തകൾ എത്രയോ നല്ല ചിന്തകളായിരുന്നു എന്ന് ഓർക്കുക. മരങ്ങൾ കൂട്ടമായി നിൽക്കുന്ന സ്ഥലമാണല്ലോ വനം. ആ വനത്തിൻ്റെ പ്രത്യേകത എന്താണ്? മരങ്ങൾ ചെയ്യുന്ന ഒരു പണി വെള്ളം വലിച്ചെടുക്കുന്നു. വെള്ളം വലിച്ചെടുത്ത് സൂര്യപ്രകാശവും വലിച്ചെടുത്ത് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് അത് ഓക്സിജനാക്കി മാറ്റുന്നു. അപ്പം ഈ ലോകത്തിലെ മനുഷ്യർ ഉച്ഛ്വസിച്ച കാർബൺ ഡയോക്സൈഡ് മുഴുവൻ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ വായു മുഴുവൻ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞു പോയാൽ. എന്നാൽ ഈ മരങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന സർവീസ് എത്രയോ വലുതാണ്. പകൽ സമയത്ത് സൂര്യപ്രകാശവും ചേർന്ന് ഈ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് അതിനെ ഓക്സിജനാക്കി മാറ്റുകയാണ്. നമ്മൾ ഇത്രയധികം ഓക്സിജൻ വലിച്ചെടുത്തിട്ടും ഓക്സിജൻ്റെ അളവിൻ്റെ ശതമാനം മാറിയിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്നും പഠിച്ചിരുന്നത് 20% ഓക്സിജൻ എന്നാണ്. ഇന്നും അത്ര തന്നെയാണ്. ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞാലും ആ കണക്ക് അങ്ങനെ തന്നെയായിരിക്കും. ഇതിന് സഹായിക്കുന്നത് ഈ വൃക്ഷങ്ങളാണ്. വൃക്ഷങ്ങൾ കൂട്ടമായി വളരുന്ന സ്ഥലം വനം എന്ന് ഞാൻ പറഞ്ഞു. അവിടെ മഴ പെയ്യുന്ന ഒരു അനുഭവമുണ്ടാവും. അതെങ്ങനെയെന്ന് പറയാം. നാട്ടിൽ മഴയൊന്നും ഇല്ലാത്തപ്പോഴും വനങ്ങളിൽ മഴ പെയ്യാം. അതെങ്ങനെ? ഈ വെള്ളം വലിച്ചെടുക്കുക മാത്രമല്ല, ഇലകളിലൂടെ വെള്ളം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. നീരാവിയായിട്ട് അത് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കും. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ വനപ്രദേശത്ത് മഴ പെയ്യാൻ അത് ഇടയാക്കും. നമ്മൾ പുഴകളിൽ കാണുന്ന വെള്ളം, വേനൽക്കാലത്ത് കാണുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗം അങ്ങനെ വനങ്ങളിൽ പെയ്യുന്ന മഴയുടെ ഭാഗമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ മഴയില്ലാത്തപ്പോഴും വനങ്ങളിൽ മഴയുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം അവിടെ വാട്ടർ വേപ്പർ ധാരാളമായി ഈ ചെടികൾ പുറത്തേക്ക് വിടുന്നതാണ്. ചെടികൾ വേറെ 1-2 കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. സൂര്യപ്രകാശം മാത്രമല്ല അത് ആഗിരണം ചെയ്യുന്നത്, സൂര്യൻ്റെ ചൂടിനെ അത് തടഞ്ഞു നിർത്തുന്നുണ്ട്. ഒരു മരത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല കൂളിംഗ് അനുഭവപ്പെടുന്നുണ്ട്. അതിന് കാരണം മുകളിൽ നിന്ന് വരുന്ന ചൂടിനെ ഈ ഇലകൾ
ആഗിരണം ചെയ്യുന്നതാണ്. വാട്ടർ വേപ്പർ സർഫസിൽ വന്ന് വെള്ളം നമ്മൾ വേർക്കുന്നത് പോലെ, നമ്മളൊക്കെ വേർക്കുന്നത് പോലെ തന്നെ ചെടികളുടെ ഇലകളും വേർക്കും. ആ വാട്ടർ വേപ്പറിനെ അത് ആവിയാക്കുകയാണ് ചെയ്യുന്നത്. ഈ സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് വാട്ടർ വേപ്പറിനെ, വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ ആവിയാക്കുകയാണ്, വാട്ടർ വേപ്പറാക്കി മാറ്റുകയാണ്. അപ്പോൾ ആ ചൂടിനെ തടഞ്ഞു നിർത്തുന്നു. ഇത് വലിയൊരു കാര്യമല്ലേ? നിങ്ങൾ വെയിലത്തൂടെ നടന്നു വന്ന് നല്ല ഉഷ്ണിച്ചിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലൊന്ന് ഇരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ വേരുകൾ മണ്ണ് ഒലിച്ചു പോകാതെ നോക്കുന്നു, ഉരുൾപൊട്ടലില്ലാതെ നോക്കുന്നു. വൃക്ഷങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന സർവീസ് വളരെ ഏറെയാണ്. ഓരോ വിദ്യാർത്ഥിയും എന്ന് വേണ്ട ഓരോ മനുഷ്യനും ഒരു കൊല്ലത്തിൽ ഒരു മരമെങ്കിലും വയ്ക്കുക, അതിനെ ശുശ്രൂഷിച്ച് വളർത്തി കൊണ്ടുവരിക. എത്ര വയസ്സായ ആളായാലും വിരോധമില്ല, അത് ചെയ്യാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹിന്ദിയിൽ ഒരു ലെസൺ പഠിച്ചത് ഓർക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഹെഡിങ് ആംക പേഡ് എന്നാണ്. മാവിനെക്കുറിച്ചുള്ള ഒരു അപ്പൂപ്പൻ, വിസായൊരു അപ്പൂപ്പൻ, നടക്കാൻ തന്നെ പറ്റണില്ല. അദ്ദേഹം ഒരു മാവിൻ്റെ തൈ കുഴിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തുകൂടെ റോഡരികിലൂടെ പോകുന്ന കുട്ടികൾ ചോദിക്കുന്നത്, അപ്പൂപ്പ എന്തിനാ ഇത് മരം വയ്ക്കണേ? ഇത് കാച്ചിട്ട് അപ്പൂപ്പനെ തിന്നാൻ പറ്റുമോ? അപ്പോൾ അപ്പൂപ്പൻ പറയുന്ന മറുപടിയുണ്ട്, ഞാൻ ഇത്രയും കാലം തിന്ന മാങ്ങ എൻ്റെ പൂർവികർ വെച്ചതാണ്. ഞാനീ വയ്ക്കുന്ന മാവിൽ നിന്ന് എൻ്റെ അനന്തര തലമുറകൾ മാങ്ങ പറിച്ച് കഴിക്കും. എത്ര വയസ്സായ ആളായാലും ഒരു മരം വെച്ച് പോവുക. പലപ്പോഴും ഇതൊക്കെ ഒരു ഒരു ഷോ ആയിട്ട് മാറുകയാണ്. ഒരു പ്രധാനപ്പെട്ട വ്യക്തി വന്നു, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മരം വെച്ചു. പിന്നത്തെ വ്യക്തി വരുമ്പോഴും മരം അവിടെ തന്നെ വയ്ക്കുന്നത്. അതൊക്കെ ഒരു ഷോ മാത്രമാണ്. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പറമ്പിൽ അല്പം സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മരം വയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിനെ ഓക്സിജൻ റിച്ചാക്കി നിർത്തും, ഓക്സിജൻ റിച്ച്. അതുപോലെ ചൂട്, കഠിനമായ ചൂടിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഞാൻ ഈ പ്രകൃതിയെ ഒന്നുകൂടി നിരീക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ നമ്മൾ പെരുമാറണം എന്നും പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? നിങ്ങളെ പ്രകൃതിയിലെ ഏറ്റവും സ്ഥൂലമായ വസ്തുവിനെ നോക്കുക. ഏറ്റവും സ്ഥൂലമായത് ഏതാണ്? സൂര്യൻ തന്നെയാണ്. ആ സൂര്യൻ്റെ നേച്ചർ, പ്രകൃതി എന്താണെന്ന് നമ്മൾ നോക്കൂ. ആ സൂര്യൻ ചൂട് കൊടുത്തുകൊണ്ടിരിക്കുന്നു, വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുന്നു. സൂര്യൻ ചൂടും വെളിച്ചവും കൊടുക്കുന്നു. മാത്രമല്ല, നമ്മൾ കാണാത്ത, നമുക്ക് പെട്ടെന്ന് പരിചയമില്ലാത്ത പല തരം ഊർജങ്ങളും അതിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ നേച്ചർ എന്താണ്? കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ നേച്ചർ. നിങ്ങൾ പ്രകൃതിയിലെ ഏത് വസ്തുവിനെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ. പ്രകൃതി ദിനമൊക്കെ, പരിസ്ഥിതി ദിനവും പ്രകൃതി സംരക്ഷണ ദിനമൊക്കെ ആചരിച്ചതുകൊണ്ട് പോരാ. ആചരിക്കണം, നല്ലത് തന്നെ, പക്ഷെ അതുകൊണ്ട് പോരാ. പ്രകൃതിയിലെ വസ്തുക്കളെ ഒന്ന് നിരീക്ഷിച്ച് നോക്കണം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സൂര്യനെയാണ്. സൂര്യൻ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഹൈഡ്രജൻ കത്തി ഇല്ലാതാവുകയും ചൂടും വെളിച്ചവും പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. ആ ചൂടും വെളിച്ചവുമാണ് ഭൂമിയെയും ഭൂമിയിലുള്ള വസ്തുക്കളെയും ഒക്കെ നിലനിർത്തുന്നത്. അപ്പോൾ സ്വയം ഇല്ലാതായി മറ്റുള്ളവരെ നിലനിർത്തുന്ന ഒരു സ്വഭാവവിശേഷമാണ്
സൂര്യനിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗം ജനങ്ങൾ സൂര്യ ഭഗവാൻ എന്നൊക്കെ പറയുന്നത്. ഇതൊരു ദൈവികമായ ഗുണമാണ്. സ്വയമില്ലാതായിക്കൊണ്ട് മറ്റുള്ളവരെ നിലനിർത്തുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയമില്ലാതാകുന്ന ഒരു നേച്ചർ, അത് ദൈവികമായ ഭാവമാണ്. നിങ്ങളിനി അടുത്തതായിട്ട് ചന്ദ്രനെ നോക്കുക. ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ട്, സ്വയമല്ല, സൂര്യനിൽ നിന്നുള്ള പ്രകാശം അതിലേൽക്കുകയാണ്. ആ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? കിട്ടിയത് മുഴുവൻ സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അതിൻ്റെ ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വിടുകയാണ്. ചന്ദ്രൻ്റെ സ്വഭാവം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അതിന് കിട്ടുന്നതിൽ നിന്നൊരു ഭാഗം ഭൂമിക്ക് വേണ്ടി കൊടുക്കുന്നു, ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി കൊടുക്കുന്നു. കവികൾക്ക് കവിത എഴുതാൻ മാത്രമല്ല ഈ ചന്ദ്രപ്രകാശം ഉപകരിക്കുന്നത്. രാത്രിയിൽ നടക്കുന്ന, വിളക്കില്ലാതെ നടക്കുന്ന എത്രയോ പേർക്ക് അത് സഹായകരമാകും. ചന്ദ്രൻ്റെ പ്രകൃതി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു മാവ് നോക്കുക. ആ മാവും ഇതുപോലെ തന്നെ അല്ലേ? ആ മാവ് പൂത്തു, അതിന്മേൽ മാങ്ങയുണ്ടായി, അത് പഴുത്ത് ഒക്കെ വരുമ്പോൾ കാക്കകൾ മുതൽ മനുഷ്യർ, അണ്ണാനും ഒക്കെ മുതൽ മനുഷ്യർ വരെ അത് ഉപയോഗപ്പെടുത്തുകയാണ്. ആ മാവിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. കുറേ മാങ്ങയുണ്ടായി, അതവിടെ നിന്ന് ചീഞ്ഞു പോകണമെന്നല്ലല്ലോ അതിൻ്റെ ആഗ്രഹം. അത് എത്രയും പേർക്ക് ഭക്ഷണമായി മാറണം. നിങ്ങളൊരു ചെറിയ ചീരച്ചെടിയെ നോക്കൂ. സമയമാവുന്നു, അതുകൊണ്ട് ഒരു ചെറിയ ചീരച്ചെടിയെ നോക്കൂ. ആ ചീരച്ചെടി എന്താ ചെയ്യുന്നത്? അതങ്ങനെ വളർന്ന് പൂത്ത് ഉണങ്ങി പോകണമെന്ന് ആഗ്രഹിക്കുകയാണോ? അല്ല. ആ ചീരച്ചെടി പാകമാകുമ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവും, എന്താണ് എന്നെ ആരും വന്ന് മുറിച്ചെടുത്ത് ഇന്ന് കറിയായിട്ട് ഉപയോഗിക്കാത്തത്? ഇതുപോലെയാണ് നേച്ചറിലുള്ള എല്ലാ വസ്തുക്കളും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ ചിന്ത, ഈ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കഴിവുകൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ആയിട്ട് ദൈവം എനിക്ക് തന്നതാണ്. അത് പണമാകാം, ശുശ്രൂഷ ചെയ്യാനുള്ള കഴിവാവാം, അധ്യാപനത്തിനുള്ള കഴിവാവാം, പ്രസംഗിക്കാനുള്ള കഴിവാവാം. ഒരുപാട് കഴിവുകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതൊക്കെ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ഉപകാരപ്രദമായ വിധത്തിൽ നമ്മളെ തന്നെ ക്രമീകരിക്കുന്നുവെങ്കിൽ നാം പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. അടുത്ത ദിവസം ഇതിനെ തുടർന്ന് ഒരു കാര്യം കൂടി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.